ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഷാമ്പു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഷാമ്പു ബോട്ടിൽ എടുത്ത ശേഷം ഇതുപോലെ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ ഷാമ്പു യൂസ് ചെയ്യുന്നവർ കാണും. അപ്പോൾ ഇതുപോലെ ഷാമ്പു തീരുന്ന സമയത്ത് മുകളിൽ നിന്ന് കളയരുത്. ഇതുപോലെ നമുക്ക് ഓരോരോ വർക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ബോട്ടിൽ. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ഒന്ന് ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് അപ്ലൈ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കളേഴ്സൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അൾട്രാ മെറൈൻ ബ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് ആ ബോട്ടിൻ്റെ പുറമെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, വേണമെങ്കിൽ അപ്ലൈ ആവുന്നതാണ് കേട്ടോ. അപ്പം ഒന്നോ രണ്ടോ കോട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയ ശേഷം ഒരു സിമ്പിൾ ഡിസൈൻ പാറ്റേണും കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വൈറ്റ് അക്രിലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ ഐഡിക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വൈറ്റും ബ്ലൂവും നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചൂസ് ചെയ്തത്. എന്നിട്ടൊരു സിമ്പിൾ ഡിസൈനാണ് വരച്ചെടുക്കുന്നത്. ഫ്രണ്ട് പോർഷനും രണ്ട് സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഡിസൈൻ വരച്ചെടുക്കുന്നുള്ളൂ. പിറകുവശത്ത് ബാക്ക് പോർഷൻ ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. കളേഴ്സും പാറ്റേൺസൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്ന് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ കുറച്ചും കൂടെ ഒന്ന് കളറാക്കാനായിട്ട് സെയിം ബ്രഷും സെയിം കളർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ഡിസൈനും കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ഇങ്ങനെ വരച്ച് വന്നപ്പം എന്തൊരു മിസ്സിങ് തോന്നിയപ്പോൾ ഞാൻ വരച്ചതിൻ്റെ ഈ ഒരു സെയിം ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കുഞ്ഞു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് കണ്ടോ? അപ്പോൾ കുറച്ചും കൂടെ ഭംഗി വന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബോളിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിലൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ട് കുഞ്ഞു പ്ലാൻ ഹോൾഡറാണ് കേട്ടോ. ചെറിയ ചെറിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് വോളിൽ ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.